കോട്ടയം ജില്ലയിലെ മണർകാട് ദേവീക്ഷേത്രത്തിന് സമീപം വർഷങ്ങളായി സത്യസന്ധമായ നിലയിൽ ജ്യോതിഷാലയം നടത്തുന്ന ശ്രീ മണർകാട് ഹരികുമാർ ഇപ്പോൾ നമ്മോടൊത്തുണ്ട്. പ്രമുഖനായ ജ്യോതിഷിയാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തമായും സമർത്ഥമായും പഠിച്ച് ഉത്തരം പറയുന്ന ചേട്ടനോട് നമുക്ക് ഇന്ന് ചൊവ്വാദോഷത്തെപ്പറ്റി ചോദിക്കാം. ചേട്ടാ, ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് സത്യമാണോ മിഥ്യയാണോ? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. അതായത് ചൊവ്വാദോഷം ഉള്ള ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അത് എങ്ങനെയാണ് ആ വ്യക്തിയെ ബാധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജാതകം പ്രത്യേകം നമ്മൾ ഗണിച്ച് നോക്കേണ്ടതുണ്ട്. അതായത് ലഗ്നാലും ചന്ദ്രാലും അത് ചിന്തിക്കണം. അധിക പാപത്വം ഇല്ലാത്ത ചൊവ്വയുണ്ട്. അത് പ്രധാനമായിട്ട് ആധിപത്യം കൊണ്ട് ഒരു ചൊവ്വ ശുഭകാരിയാണോ ദോഷകാരിയാണോ എന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ചൊവ്വ ശത്രുരാശിയിലാണോ മിത്രരാശിയിലാണോ ബന്ധുക്ഷേത്രത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ അതോ തൻ്റെ ഉച്ചരാശിയിലാണോ, അത് എത്രാം ഭാവാധിപത്യം വഹിച്ച് എത്രാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. സാധാരണയായിട്ട് എത്രാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ദോഷകാരകൻ? പ്രധാനമായിട്ട് ലഗ്നാലോ ചന്ദ്രാലോ 7ലോ 8ലോ വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതായത് ദാമ്പത്യ ഭാവം എന്ന് പറയുന്നത് സപ്തമഭാവമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സപ്തമഭാവത്തിൻ്റെ പൊതുവായ അർത്ഥം വിവാഹമദനാലോക ഭാര്യാഭർത്തൃ സമാഗമ ശയ്യ ശ്രീ സദ്ഗമനഷ്ടാർത്ഥ മൈഥുന്യാനവി സപ്തമാണ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രഥമമായ പ്രമാണം. ആ പ്രമാണം അനുസരിച്ച് ഈ സപ്തമഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കന്നി ലഗ്നമാണ് അല്ലെങ്കിൽ കന്നി രാശിയിൽപ്പെട്ട ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളോ അത്തമോ ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദമോ ആണ് എന്നിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ സപ്തമഭാവമായ മീനം രാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അത് അധിക പാപത്വവും. അങ്ങനെ വന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും കേസുകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി ദാമ്പത്യ ജീവിതം തകർച്ച ഉണ്ടാകുവാൻ 100% സൂചനയാണ് കാണിക്കുന്നത്. എന്നാൽ അതിന് തുല്യമായ രീതിയിലുള്ള മറ്റൊരു ജാതകമാണ് ചേർക്കുന്നത് എങ്കിൽ ഒരു പരിധി വരെ ഒക്കെ അത് പരിഹരിക്കപ്പെടും. അതായത് ചൊവ്വാദോഷമുള്ള യുവാവിന് ഈ ചൊവ്വാദോഷമുള്ള യുവതിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അല്ലേ? അതെ, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പരിധി വരെ ക്ഷമ, വിട്ടുവീഴ്ച, പരസ്പര വിശ്വാസത്തോടുകൂടി ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോയാൽ മറ്റ് ബന്ധുക്കളുടെയും കൂടി സഹകരണം സഹായവും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്കറിയാം, വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവർ ഒറ്റപ്പെട്ടു പോയാൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇരുവർക്കും തനിയെത്താനെ എല്ലാ കാലത്തും തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ചൊവ്വാദോഷം ദീർഘമാംഗല്യത്തിന് തടസ്സം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ദീർഘമായ ദാമ്പത്യ ജീവിത ഐക്യത്തിന് ചില കാലത്ത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവര് വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഇരുവരും കൂടി കുടുംബത്തിൽ നിന്ന് വേർപെട്ട് അകന്ന് മാതാപിതാക്കളോടൊക്കെ വലിയ ബന്ധമില്ലാത്ത രീതിയിൽ ആണ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമോ ശാരീരികമായ പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിൽ വിവിധങ്ങളായിട്ട് ഉണ്ടാകാം പ്രശ്നങ്ങൾ. അപ്പോൾ ഈ സന്താന സൗഭാഗ്യത്തെ ഇത് ബാധിക്കുമോ? ചൊവ്വാദോഷവും സന്താന ഭാഗ്യവും തമ്മിൽ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സന്താനഭാവം എന്ന് പറയുന്നത് അത് പ്രത്യേകം വിശകലനം ചെയ്ത് നോക്കാം. സന്താനഭാവത്തിലുണ്ടാകുന്ന ദോഷങ്ങളാണ് സന്താന കാര്യത്തെ ബാധിക്കുക. സമ്പത്തുമായിട്ട് ബന്ധമുണ്ടോ ചൊവ്വാദോഷത്തിന്? ചൊവ്വ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ആണെങ്കിലും
പുരുഷന്റെ ആണെങ്കിലും ആ ലഗ്നം 2, 4, 7, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നത് ചൊവ്വയുടെ ശക്തി കുറഞ്ഞ ക്ഷേത്രങ്ങളാണ് 7, 8 ഒഴികെയുള്ള ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങൾ. അങ്ങനെ നിന്നാലും അത് ദീർഘകാലം ദേവിയെയോ അതേപോലെ തന്നെ മുരുകനെയോ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കാണ് ഇങ്ങനെ ചൊവ്വയുടെ ദോഷമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ചൊവ്വ ഉണ്ടാകുക. അത് ഒരു പരിധി വരെ ദോഷമല്ല. അതായത് അമ്മയുടെ അല്ലെങ്കിൽ മുരുകന്റെ അനുഗ്രഹമാണ്, ഹനുമാൻ സ്വാമിയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ് ആ ചൊവ്വ. അപ്പം തീർച്ചയായിട്ടും അമ്മയുടെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ചാൽ ചൊവ്വാദോഷത്തിന് ഏതാണ്ട് പരിഹാരം ഉണ്ടാവുമെന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ ഭജിക്കുക ചെയ്യുകയാണെങ്കിൽ ആ ചൊവ്വാദോഷമുള്ള ആളിന് നാൾക്ക് നാൾ സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം അവിടെ വന്നു ചേരും. അതായത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെയും മറ്റ് നൂതന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളുടെയും പുറകെ പോകുമ്പോൾ ലഹരി പദാർത്ഥങ്ങളും, അതായത് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കുകയും കുടിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിക്കുകയും കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഫോണിലൂടെയാണേലും ടി വിയിലാണേലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണുകയും സിനിമയൊക്കെ അതുപോലെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ദൈനംദിനമായ ആത്മീയ ചൈതന്യത്തിന് കുറവ് വരും. അതായത് ചൊവ്വാദോഷമുള്ള ഒരു വ്യക്തി തൻ്റെ ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ദേവീയോപാസകനായിട്ട് നിലനിൽക്കുകയും ദേവിയെ ഭജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം ഒഴിവാക്കി ജീവിതത്തിൽ വിജയത്തിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ചൊവ്വാദോഷത്തെ അത്ര ഭീകരമായിട്ട് കരുതേണ്ടതില്ല. അതെ, ചൊവ്വാദോഷം അപ്പോൾ അനുഗ്രഹമായിട്ട് ചുരുകയും അമ്മയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും അതുപോലെ മുരുകൻ സ്വാമിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടായിട്ട് ദീർഘനാള് ഐശ്വര്യത്തോടുകൂടി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സമ്പൽ സമൃദ്ധിയും സന്താന സൗഭാഗ്യവും എല്ലാം വന്നു ചേരുന്ന ഒരു അനുഗ്രഹമാണ് ഈ ചൊവ്വ എന്ന് പറയുന്നത്. അത് ദോഷമാക്കി വരുന്നത് നമ്മുടെ തന്നെ പ്രവർത്തികൾ മൂലം ദോഷമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ചൊവ്വയെ നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ നിഗമനവും കണ്ടെത്തലും. ചൊവ്വാദോഷത്തെ പറ്റിയും അതിൻ്റെ പ്രശ്നവും പ്രതിവിധിയും ഇത്രയും നേരം ഭംഗിയായി പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ചേട്ടനെ, ഹരിച്ചേട്ടനെ, ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിൻ്റെ നന്ദി.